മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി ബി.ജെ.പി. സനാതന ധർമ്മത്തെ അവഹേളിക്കുന്നതിൽ പുതുവർഷമായിട്ടും മാറ്റമൊന്നുമില്ലെന്ന് ബി.ജെ.പി. വക്താവ് ഷഹ്സാദ് പൂനവല. തീവ്രവാദികളുടെ വോട്ട് ബാങ്ക് കോൺഗ്രസിൽ തിരിച്ചുപിടിക്കാനാണ് പിണറായിയുടെ അത്തരം പ്രസ്താവനകളെന്നും ഷഹ്സാദ് പൂനവാലെ പറയുന്നു. പ്രതികരണം ആദ്യം ഒന്ന് കേൾക്കാം. The statement made by the Chief Minister of Kerala is part of the long series of statements which have been made. Now, because left was feeling that Congress has overtaken them in vote bank politics, and they have made reference to it recently in Wayanad election, that how Jamaat-e-Islami has allied with Congress to get back that extremist vote bank. They are making all these kinds of abusive insults at Hindu, Astha and Sanatan. ഈ പൊളിറ്റിക്കൽ ലൈനിലെ ഒരു വലിയ മാറ്റം നമ്മളത് കാണേണ്ടതില്ല, അത് ഗൗരവത്തിൽ തന്നെ കാണണം. ഈ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട വിമർശനം ആദ്യം വന്നത് തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിന്റെ ഭാഗത്ത് നിന്ന്, അത് ദേശീയതലത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇപ്പോൾ അതേ സമാനമായ ഒരു പ്രയോഗം ശിവഗിരിയിൽ മുഖ്യമന്ത്രി ഇന്നലെ നടത്തി. അത് ഒരു രാഷ്ട്രീയ പ്രശ്നമാക്കി വളർത്തിയെടുക്കാൻ ബി.ജെ.പി. ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ ബി.ജെ.പി. വക്താവിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അനൂപ്, എന്താണ് ബി.ജെ.പി. ഇക്കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്? ഈ ബി.ജെ.പി. നേതാക്കളുടെ കഴിഞ്ഞ 1-2 ആഴ്ചക്കാലത്തെ പ്രസ്താവനകൾ നമ്മൾ പരിശോധിച്ചാൽ കേരളത്തിലെ വിഷയങ്ങളെ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്, കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഈ ഹിന്ദുത്വത്തിനെതിരായ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കെതിരായുള്ള നടപടിയായി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ തുടക്കം നമ്മൾ പരിശോധിക്കുന്നത് കഴിഞ്ഞ ആഴ്ച വി മുരളീധരൻ്റെ ഒരു പ്രതികരണം എടുക്കാൻ വേണ്ടി നമ്മൾ ഉൾപ്പെടെ ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ പോയിരുന്നു. അന്ന് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഒരു ദേവസ്വത്തിനെതിരെ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് വരുന്നത് അത് കേരളത്തിലാകെയുള്ള ഹിന്ദുക്കൾക്കെതിരെയുള്ള ഇടപെടലാണ് എന്നാണ്. ഇപ്പോഴത്തെ ഈ കാര്യം പരിശോധിച്ചാൽ കഴിഞ്ഞ ദിവസം മിനി പാകിസ്ഥാൻ പരാമർശം വരുന്ന ഒരു മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഇന്നിപ്പോൾ പിണറായി വിജയൻ അദ്ദേഹം തീവ്രവാദികളുടെ വോട്ട് ബാങ്കിന് വേണ്ടി കേരളത്തിൽ സനാതന ധർമ്മത്തെ തള്ളിപ്പറയുകയാണ്. തുടർച്ചയായി സനാതന ധർമ്മത്തെ തള്ളിപ്പറയുന്നു. ഇത് ഹിന്ദുക്കൾക്കെതിരെ മാത്രമേ സംഭവിക്കുന്നുള്ളൂ, മറ്റൊരു മതത്തിനെതിരെയും ഈ നിലയിൽ സംസാരിക്കുന്നില്ല എന്ന് ഉള്ളൊരു പ്രസ്താവനയാണ് ബി.ജെ.പിയുടെ ദേശീയ വക്താവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. അതിൽ തന്നെ പറയുന്ന കാര്യം, ഇപ്പോൾ തീവ്രവാദികളുടെ വോട്ട് ബാങ്ക് ഉള്ളത് കോൺഗ്രസിൻ്റെ കയ്യിലാണ്, അത് തിരിച്ചു പിടിച്ച് വോട്ട് നേടാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ പ്രസ്താവനകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്, കേരളത്തിലെ ഹിന്ദുക്കൾക്കെതിരെ പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സർക്കാരുമെല്ലാം തുടർച്ചയായ ഇടപെടൽ നടത്തുന്നു എന്ന ഒരു ആഖ്യാനം ഉണ്ടാക്കിയെടുക്കാനുള്ള ബി.ജെ.പിയുടെ തുടർച്ചയായ ശ്രമങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. യഥാർത്ഥത്തിൽ പിണറായി വിജയന്റെ പ്രസ്താവന ഈ ശ്രീനാരായണ ഗുരുവിനെ ഒരു നേതാവാക്കാനുള്ള ശ്രമം, സനാതന ധർമ്മത്തിന്റെ പ്രയോക്താവാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. സനാതന ധർമ്മത്തെ എതിർത്ത് ഒരു നവയുഗ സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു എന്നായിരുന്നു പിണറായി വിജയന്റെ പ്രസ്താവന. എന്നാൽ അതിനെ മറ്റൊരു തരത്തിലാക്കി അവതരിപ്പിക്കാനാണ് ഈ ബി.ജെ.പി. നേതാക്കൾ ശ്രമിക്കുന്നതെന്ന് പ്രസ്താവനകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. സാഹചര്യം ഏതെങ്കിലും തരത്തിൽ അനുകൂലമാകുമോ എന്ന ശ്രമം ബി.ജെ.പിയുടെ ഭാഗം. മാത്രമല്ല, കേരളത്തെ വായിക്കുന്നതിൽ ബി.ജെ.പിയിലെ ഡൽഹിയിലിരിക്കുന്ന ഉത്തരേന്ത്യൻ നേതാക്കൾക്ക് എപ്പോഴും പിഴവ് പറ്റാറുണ്ട് എന്ന് തോന്നാറുണ്ട്. പക്ഷെ ആ ഒരു കാര്യത്തിൽ പിഴവ് നിരന്തരമായി പറ്റിയിരുന്നു. പക്ഷേ ഇതിനിടയിലും അവർ ചില വിജയങ്ങൾ, പാർലമെന്ററി വിജയങ്ങൾ അതൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിന്റെ അടുത്ത പടിയായി കൂടുതൽ എങ്ങനെ മെച്ചമാക്കാം, ഇനി ഏത് മേഖലയിൽ നിന്ന് കൂടുതൽ വോട്ട് ചോർത്തിയെടുക്കാം. ഇപ്പോൾ CPM-ന്റെ അടിയുറച്ച വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് ഒഴുകി പോകുന്നതൊക്കെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടു. അത് ആ രീതിയിൽ പാർട്ടി തന്നെ വിശകലനം ചെയ്തതും അംഗീകരിക്കുകയും ഒക്കെ അവരെ ആ രീതിയിൽ പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ വോട്ടുകൾ എങ്ങനെ ഈ ഹിന്ദു വോട്ടുകൾ തന്നെ CPM-ൽ നിന്ന് ബി.ജെ.പിയിലേക്ക് എങ്ങനെ മാറ്റാമെന്ന് CPM-ന്റെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിലയിരുത്തൽ, അതിൽ പറയുന്നത് അടിയുറച്ച ഹിന്ദു വോട്ടുകൾ, ഈ പറഞ്ഞ അടിയുറച്ച ഹിന്ദു വോട്ടുകൾ, അത് കൃത്യമായി പറയുന്നുണ്ട്. ഈഴ വിഭാഗത്തിലെ വോട്ടുകളാണ് അടിയുറച്ച വോട്ടായി ലഭിച്ചിരുന്ന കൊല്ലം ജില്ലയിലെ വോട്ട്, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ട്, ആലപ്പുഴയിലെ വോട്ട്. ഈ വോട്ടുകളൊക്കെ CPM-ൽ എല്ലാ കാലത്തും എന്ത് സംഭവിച്ചാലും CPM-നൊപ്പമായിരുന്നു. ആദ്യമായി അത് ബി.ജെ.പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് ശിവഗിരിയിലെ ഈ പ്രസംഗത്തിന്റെ പ്രസക്തി. അതിനെ മറ്റൊരു തരത്തിൽ അവർക്ക് കൂടുതൽ മെച്ചമാക്കാൻ വേണ്ടി, അവർക്ക് ഒരു അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ബി.ജെ.പി. ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.